നല്ല സ്വാദിഷ്ടമായിട്ടുള്ള അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സേമിയ ഉപ്മാവാണ്. ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് റോസ്റ്റഡ് സേമിയ തന്നെയാണ്. റോസ്റ്റ് ചെയ്യാത്ത സേമിയ ആണെങ്കിൽ കുറച്ച് നേരം ഇട്ട് റോസ്റ്റ് ചെയ്യണം. ഇത് റോസ്റ്റ് ചെയ്തതായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നെയ്യിലിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഉപ്മാവിന് പ്രത്യേക സ്വാദാണ്. ഇനി ഇത് മാറ്റിയ ശേഷം അതേ പാനിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കുക കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കൂടെ നെയ്യിട്ട് കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, കുറച്ച് കാഷ്നട്ട്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് 1 സവാള പൊടിയായിട്ട് മുറിച്ചത്, 4-5 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ട്രാൻസ്പെറൻ്റ് ആവണ വരെ വഴറ്റിയെടുത്താൽ മതി. നമ്മുടെ ഉപ്മാവ് ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനിതിലേക്ക് തക്കാളി, ക്യാരറ്റ്, ബീൻസ്, ഫ്രഷ് പീസ് ഇത്രയാണ് ഇട്ട് കൊടുക്കണത്. ഇത് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർക്കുകയാണ്. ഇത് അധിക പേരും ചേർക്കേണ്ടാവില്ല. ഇത് ചേർത്ത് നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാവും. നല്ലൊരു ഫ്ലേവറാണ്. അധികം ആവരുത് കേട്ടോ. ഈ പച്ചക്കറികളൊന്ന് വെന്ത് കിട്ടണമല്ലോ, അതിനായിട്ട് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കണത്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു കുക്കറിൽ 1 വിസിലിന് വേവിച്ചെടുത്തിട്ടും ചേർക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ പണി എളുപ്പമാവും. ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സേമിയ 175 ഗ്രാമാണ് ഉണ്ടായിരുന്നത്. ഏകദേശം 2 കപ്പിൽ കൂടുതൽ ഉണ്ടാവും. 3 കപ്പാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്ത്. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓൾറെഡി തിളച്ച വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. അതിനുശേഷം എന്താ സേമിയ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് വറ്റി വരണ വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് വെള്ളമൊക്കെ വറ്റി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ കൂടെ ചേർക്കുകയാണ്. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ കൺസിസ്റ്റൻസി ആറിയാലും ഈ ഉപ്മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഇതുപോലുള്ള സൂപ്പർ റെസിപ്പീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.